സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി സാറിനെതിരെ ഈ കേസുകളെല്ലാം കൊണ്ടുവരാനും ഒരു വലിയ ലൈംഗിക പീഡന പരാതി കൊണ്ടുവരാനും ഒക്കെ ചെയ്തതിൽ ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരാള് എന്ന പേരിലാണ് KB ഗണേഷ് കുമാറിന്റെ പേര് കോൺഗ്രസിലാകെ പറയുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഈ പരാതിക്കാരിയുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണന്റെ ഇന്റർവ്യൂ നമ്മൾ നേഷൻ ഫസ്റ്റിൽ എടുത്തിട്ടുണ്ട്. അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് ആ കത്തിൽ ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പരാതിക്കാരി പേര് എഴുതി ചേർത്തത് തന്നെയാണ്, ഉമ്മൻചാണ്ടി അതിൽ നിരപരാധിയാണെന്ന്. അതിനുശേഷം വന്ന നമുക്കറിയാം അന്വേഷണങ്ങളിലെല്ലാം അദ്ദേഹം കുറ്റവിമുക്തനാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് മരണപ്പെട്ടു പോയ ഉമ്മൻചാണ്ടി സാറിന്റെ ഭാര്യ ഗണേഷ് കുമാറിനോട് ക്ഷമിച്ചു എന്നും അദ്ദേഹം മകനെ പോലെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അത് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ഒട്ടുമിക്ക ഒരുപാട് പേർക്കും, രാഷ്ട്രീയ മര്യാദ പാലിക്കുന്ന ഒരുപാട് മനുഷ്യർക്കും, എനിക്കൊന്ന് പാർട്ടി ഭേദമന്യേ KB ഗണേഷ് കുമാറിനോട് ക്ഷമിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടായിരിക്കും ഈ പറയുന്ന വ്യത്യാസം വരുന്നത്? മകനെ പോലെയാണ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. മകൻ അല്ല എന്നുള്ള ഉറപ്പാണ് അല്ലേ? മകനാണെങ്കിൽ മകനെ പോലെ ഒന്നും പറയത്തില്ല. സ്വാഭാവികമായിട്ടും അവർ പറയുന്നത്, മറ്റേ ഉമ്മൻചാണ്ടിയുടെ വൈഫ് പറയുന്നുണ്ട് എനിക്കൊരു അമ്മ മനസ്സാണ് എന്ന് പറയുന്നത്. അതിന് ഞാൻ പറയുന്ന ഒരു നല്ല രീതിയിൽ എടുത്താൽ മതി എന്നാണ് തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഈ എന്ത് തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മറ്റേ കരുനാഗപ്പള്ളി 2 കൊലപാതകം നടന്നുണ്ട്. ആ കൊലപാതകം നടന്നതിൽ ഒരു കൊല്ലപ്പെട്ട ഗുണ്ടയുടെ അമ്മയുടെ ഒരു പിന്നെ ആ ഒരു വിലാപവും ആ വ്യക്തിയെ മറ്റൊരു സംഘം വന്ന് ഇപ്പൊ കൊന്നിരിക്കുന്നു. അപ്പൊ അവിടെ ആ അമ്മയുടെ ഒരു പ്രതികരണം ഏതോ ഒരു ചാനലിൽ കാണിക്കുകയുണ്ടായി. അപ്പോ അയാളും ഒരു ഗുണ്ടയായിരുന്നു. അപ്പൊ അയാളെ കൊന്ന മറ്റ് ആൾക്കാരൊന്നും കൊന്നു. പക്ഷെ അവിടെ ആ അമ്മ ഈ മകനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പം ഇപ്പൊ കൊല്ലപ്പെട്ട ഗുണ്ടയും വളരെ അലുവ അതിൽ അല്ലേ, അലുവ അതിൽ. അപ്പൊ അയാൾ ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെയൊക്കെ മുട്ടിടിച്ച് കൂടം കൊണ്ടിടിച്ച് നടക്കാൻ പറ്റാതാകത്ത രീതിയിൽ, ഒരുപക്ഷെ അങ്ങനെയൊക്കെയാണോന്നറിയില്ല ഈ അലുവ എന്നുള്ള പേര് വന്നത്, ഈ മുട്ടിടിച്ച് അലുവ പരുവത്തിലാക്കിയിട്ട്. പക്ഷെ ആ മറ്റേ അമ്മ ഈ പറഞ്ഞ കേൾക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു സംഗതിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ അവരുടെ മകനെ കുറിച്ചിട്ടുള്ള ഒരു ശരിക്കും ഒരു അമ്മയുടെ ഒരു വിലാപം തന്നെയായിരുന്നു നമ്മൾ കണ്ടിരുന്ന സാധനം. അപ്പൊ അതെനിക്ക് തോന്നുന്നൊരു നമ്മളത് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണെന്ന് തോന്നുന്നു. ഒരു സ്ത്രീയുടെ ഒരു അമ്മയുടെ ഒക്കെ ഉള്ള ഒരു വൈകാരികതയുടെ ഒരു പ്രകടനമാണ്. അപ്പൊ അതുകൊണ്ട് എത്ര വലിയ വൃത്തികേടുകൾ കാണിച്ചു കഴിഞ്ഞാൽ അമ്മമാർ ക്ഷമിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയായിരിക്കാം ഉമ്മൻചാണ്ടിയുടെ വൈഫ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മറ്റൊന്ന്, ഗണേഷ് കുമാറിന്റെ അടുത്ത് ക്ഷമിക്കുകയല്ലാതെ വേറൊരു നിവൃത്തിയില്ലല്ലോ. എനിക്കൊന്നു ഉമ്മൻചാണ്ടി സാർ പോലും ഇതിന് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ വൈകാരികമായി പ്രതികരിക്കുകയോ അങ്ങനെ ചെയ്തിട്ടില്ല, അങ്ങനെ പറയാനോ ഒന്നും വന്നിട്ടില്ല. ഉമ്മൻചാണ്ടി വൈകാരികമായിട്ടല്ലാതെ ഡീൽ ചെയ്യാനുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ചില കാര്യങ്ങൾ നമുക്ക് നല്ല ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊട്ടും ആടില്ല. അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. അപ്പൊ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഏൽക്കാവുന്നതിന്റെ അങ്ങേ അറ്റത്തെ ഒരു സംഗതിയാണ് അദ്ദേഹം കേൾക്കേണ്ടി വന്നു. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രായം ഒരു ഘടകമായിരുന്നു. പിന്നെ മുഖ്യമന്ത്രി എന്നുള്ളൊരു സംഗതി ഉണ്ടായിരുന്ന കാര്യം അദ്ദേഹം എപ്പോഴും ഈ പറഞ്ഞതുപോലെ ഈ ജനങ്ങളുടെ ഇടയിലായിരുന്നു. അത് തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു പഠന വിഷയമാക്കേണ്ടത്. അത് തന്നെ ഈ ചില വ്യക്തികൾക്ക് ഈ പറഞ്ഞ എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഒരു വിഷാദത്തിന്റെ അംശമൊക്കെ അനുഭവപ്പെടും എന്നൊക്കെയുള്ളൊരു ഒരു സംഗതികളൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലും ഉമ്മൻചാണ്ടിക്ക് ഈ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കുക, കാറിനകത്താണെങ്കിലും 5 പേരിരിക്കാവുന്ന കാറിനകത്ത് 15 പേരെ കെട്ടിക്കൊണ്ട് പോവുക, മുഖ്യമന്ത്രിയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവമുള്ള, പിന്നെ ഉമ്മൻചാണ്ടിയുടെ ഒരു പൊതു സ്വഭാവം മനുഷ്യനൊരു ധാരണ ഉണ്ടാവുമല്ലോ. ഉദാഹരണത്തിന് ഇനിയിപ്പം നാളെ ഈ ഗണേഷ് കുമാർ ഒരു സന്യാസിയായി മാറിക്കഴിഞ്ഞാൽ പോലും ജനങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഈ പശ്ചാത്തലം പെട്ടെന്ന് ഓർമ്മ വരും. ഈ സന്യാസി കള്ളസന്യാസിയാണോ എന്നൊരു സംശയം ഉണ്ടാവും. എന്ന് പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിയുടെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു ഇമേജിനെ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു കേരളീയ ജനത അത് ആ രീതിയിലാണ് എടുത്തതെന്ന് സംശയമുണ്ട്. ഇത്രയും വലിയ ആരോപണം, അതോടൊപ്പം തന്നെ വളരെ ആവേശപൂർവ്വം ഇത് അന്വേഷണത്തിന് വിട്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ? അത് വളരെ ഒരു ആവേശത്തിലാണ് അന്വേഷണത്തിന് വിട്ടത്. പക്ഷെ അപ്പോഴൊക്കെ ഈ ഉമ്മൻചാണ്ടി വളരെ ശാന്തനും
ശക്തനുമായിട്ട് അതിനെ നേരിട്ടു എന്നുള്ളതാണ്. മാത്രമല്ല പ്രതിരോധിക്കാൻ പോയിട്ടില്ല. നമ്മളൊരു വ്യക്തിയാണെങ്കിലും പ്രസ്ഥാനമാണെങ്കിലും ഈ പ്രതിരോധിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് ഭയമുണ്ട്, അതായത് നമ്മുടെ ഉള്ളിലുള്ളത് തുറന്ന് കാണിക്കപ്പെടുമോ എന്ന് സംശയം ഉണ്ടാകുമ്പോഴാണ് പ്രതിരോധിക്കുന്നത്. അതിപ്പം ഭാര്യാഭർത്തൃ തമ്മിൽ വഴക്കുണ്ടാകുന്ന സമയത്ത് ഈ പ്രതിരോധം വരുന്നുണ്ടെങ്കിൽ ഒരാളുടെ തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിരോധിക്കുന്നത്. ഇപ്പോൾ ഒരു വ്യവഹാര വേദിയല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് കോടതിയോ ഒരു ട്രിബ്യൂണലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് ഭാഗങ്ങൾ വാദിക്കുക ചെയ്യാൻ പറ്റും. അല്ലാതെ വ്യക്തികൾ തമ്മിൽ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പം ഞാൻ മേഘയുടെ അടുത്ത് പ്രതിരോധിച്ച് സംസാരിക്കാന്ന് വെച്ചാൽ എനിക്ക് എന്തോ മറച്ചു വയ്ക്കാനുണ്ട്, ഞാൻ എൻ്റെ ഉള്ളിലുള്ള അതല്ല യഥാർത്ഥത്തിൽ എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഈ പ്രതിരോധം എന്ന് പറയുന്ന സംഗതി. അപ്പൊ അതുകൊണ്ടാണ് ഈ മറ്റേ ഏതെങ്കിലും അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ നേതാക്കന്മാരൊക്കെ ഒന്ന് പറയും അടിസ്ഥാനരഹിതം. മലയാളത്തിലെ ഏറ്റവും വലിയ കള്ളത്തരം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് അടിസ്ഥാനരഹിതം. അല്ലെങ്കിൽ ടെലിവിഷൻ എടുത്ത് സ്റ്റഡി ചെയ്ത് നോക്കിക്കോളൂ, ഒരു ദിവസം എത്ര അടിസ്ഥാനരഹിതം വരും എന്നുള്ളത്. ആരോപണം അടിസ്ഥാനരഹിതമാണ്, പരാതി അടിസ്ഥാനരഹിതമാണ് ഇല്ലേ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. വിശേഷിച്ച് ഈ വൈകുന്നേരത്തിലുള്ള ചർച്ചകളിലൊക്കെ എടുത്ത് നോക്കിയാൽ മതി അടിസ്ഥാനരഹിതം എത്ര. ഇപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ എത്ര വലിയ ആരോപണം വന്നു കഴിഞ്ഞാലും അടിസ്ഥാനരഹിതം രണ്ട് കാച്ചുക, അത് കഴിഞ്ഞ് 2 ദിവസം ചാനലുകാർ ചർച്ച ചെയ്യും, വീണ്ടും 3-ാമത്തെ ദിവസം ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അടിസ്ഥാനരഹിതം, വേറൊരു വിഷയം ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് കേരളത്തിലെ ഈ കറപ്ഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ പ്രത്യേകതയാണ്. വളരെ നോർമലൈസ് ചെയ്ത് അങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഈ ഉമ്മൻചാണ്ടിക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പ്രതിരോധിക്കേണ്ട ആവശ്യം വന്നില്ല. കാരണം അദ്ദേഹത്തിന് നല്ല ഉറപ്പുണ്ട്, ഇത് 100% കോൺഫിഡന്റ് ഉണ്ട്. പിന്നെ അതുകൊണ്ടൊരു ചെറിയ ചിരി ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിക്ക്. മനസ്സിലായി? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്ക് നല്ല ബോധ്യമുണ്ട്, ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത്. പക്ഷെ എങ്കിലും അപ്പം ഒരു വല്ലാതെ നമ്മൾ ഈ സാധാരണ ഈ മനുഷ്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു സാധനം കേട്ട് കഴിഞ്ഞാൽ അത് അയാളങ്ങനെ ചെയ്യില്ല എന്ന് വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെയ്തിട്ടുണ്ടാവാം. മനസ്സിലായില്ലേ? ചിലപ്പോ ഇങ്ങനെ, കാരണം വളരെ വ്യക്തമായിട്ടൊക്കെയാണ് പറയുന്നത്, ഇന്ന മുറിയിൽ വെച്ച് ഇന്നടത്ത് വെച്ചിട്ടാണ് എന്നൊക്കെയാണ് ഈ ആരോപിച്ച യുവതി പറയുന്ന സംഗതി. അപ്പൊ അത് വിശ്വസിക്കാനുള്ള ഒരു ടെൻഡൻസി പകുതി ഒരു അർത്ഥമനസ് എല്ലാവർക്കും ഉണ്ടാവും. അത് ഉമ്മൻചാണ്ടിയുടെ കേസിൽ ഇത് പ്രവർത്തിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് ഈ അപമാനിതനാവുന്നത്. പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ച കണക്ക് അപമാനിതനായോ എന്ന് ചോദിച്ചാൽ അപമാനിതനായില്ല. പക്ഷെ അദ്ദേഹം ഭാഗ്യവശാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതിന്റെ ഈ വിധി വരികയും അദ്ദേഹം അതിനകത്ത് പുറത്തു വരികയും ചെയ്തു. അപ്പോൾ പോലും ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഉമ്മൻചാണ്ടിയുടെ പ്രതികരണമായിരുന്നു. ഉമ്മൻചാണ്ടി ഈ അന്വേഷണത്തിന് വിട്ട സമയത്തുണ്ടായിരുന്ന അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന അതേ പ്രതികരണം തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിക്ക് ഇതിന്റെ ഈ ഫലം വന്നപ്പോഴും ഉണ്ടായിരുന്ന പ്രതികരണം. അല്ലാതെ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മറ്റുള്ളവരെ ഇത് എന്താ പറയുക എക്സ്പോസ് ചെയ്യാനോ ഒന്ന് ശ്രമിക്കണ്ടായി. അതിന്റെ കാരണം അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു മനുഷ്യന്റെ മനസ്സ്, ഒരു പ്രായമായ ഒരു മനുഷ്യൻ, ഉമ്മൻചാണ്ടിക്ക് സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് പ്രായമാകും. ആ പ്രായമായ മനുഷ്യൻ, കേരളത്തിൽ ഇത്രയും പൊതുജീവിതത്തിൽ നിൽക്കുന്ന മനുഷ്യൻ, 2 തവണ മുഖ്യമന്ത്രിയായ മനുഷ്യൻ, ആ ഒരു മനുഷ്യനെതിരെ ഒരു സ്ത്രീയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലൈംഗിക ആരോപണം ഉന്നയിച്ച് കേരളത്തിൻ്റെ ജനമധ്യത്തിൽ അത് ആസൂത്രണം ചെയ്ത് അത് സ്ഥാപിച്ചെടുക്കാൻ ഒരു വ്യക്തി അത് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഒരവസ്ഥ, അതാണ് നമ്മൾ ഒരു മനുഷ്യനെ പഠിക്കുമ്പോൾ നമ്മൾ കാണേണ്ട സംഗതിയാണ്. ഇവിടെ ഗണേഷ് കുമാർ എന്നുള്ളത് പോട്ടെ, അദ്ദേഹം നമ്മുടെ മനുഷ്യവംശത്തിലൊരു അംഗമാണ് അല്ലേ? പക്ഷെ ഈ ഒരു മനസ്സ് ഈ രീതിയിൽ എങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടാവും എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മളുടെ സംസ്ഥാനത്തെ ഭരിക്കുന്ന ഒരു മന്ത്രിയായിട്ട് അദ്ദേഹം ഇരിക്കുകയും കൂടെ ചെയ്തു എന്ന് പറയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ഒരു രാഷ്ട്രീയമായ ഒരു മാനം കാണുന്നത്. അപ്പൊ അവിടെയാണ് ഗണേഷ് കുമാറിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവനയും വെച്ച് നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കേണ്ടത്. കാര്യം നിങ്ങൾക്ക് നല്ലത് ഒരു മന്ത്രി എന്ന നിലയിൽ ഞാൻ മാർക്ക് വാങ്ങുന്ന ഒരു മന്ത്രിയാണോ അല്ലയോ എന്ന് നോക്കിയാൽ മതി, മന്ത്രിയുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നോക്കണ്ട എന്ന് പറയുന്നത്. അദ്ദേഹം ഏറ്റവും ഒടുവിൽ ആരോപണം ഉണ്ടായപ്പോഴത്തേക്ക് പറഞ്ഞ സംഗതി അതാണ്. ഇപ്പോഴും ഈ പറഞ്ഞ ഹീറോയിക് ആയിട്ടുള്ള കുറച്ച് ഡയലോഗുകൾ പറയാനും ഞാനൊരു ഹീറോ ആണെന്നുള്ള പരിവേഷം കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ അതെല്ലാം ഇത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നിങ്ങൾ ഹീറോ ആണെങ്കിൽ നിങ്ങൾ ഹീറോ ആണ് കാണിക്കേണ്ട ആവശ്യമില്ല.
അതെ ഇല്ലേ? അതെ നിങ്ങളിപ്പോ ഒരു സുന്ദരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ധരിപ്പിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തില്ല. നിങ്ങളോട് പറയാം നിങ്ങൾ സുന്ദരിയാണെന്നുള്ളത്, അല്ലേ? അപ്പൊ ഇത് സുന്ദരിയല്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്യപ്പെടുമോ ഇല്ലയോ എന്നൊരു സംശയം, അല്ലെങ്കിൽ എൻ്റെ സമീപത്ത് മറ്റൊരു യുവതി വന്നു നിന്ന് കഴിഞ്ഞാൽ അവൾക്കായിരിക്കുമോ സൗന്ദര്യം കൂടുതൽ എന്നുള്ളൊരു സംശയം വരുമ്പോഴത്തേക്കാണ് ഈ വിരളികളും മറ്റ് പ്രശ്നങ്ങളും ഈ എനിക്കാണ് അവളേക്കാൾ കൂടുതൽ സൗന്ദര്യം ഒന്ന് സ്ഥാപിക്കാനൊക്കെ ഉള്ള ശ്രമങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇവിടെ ഈ ഹീറോയിക് പരിവേഷം കൊണ്ടുവരാനും, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഗണേഷ് കുമാറിനെ ഒരു വ്യക്തി എന്ന നിലയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു പക്ഷേങ്കിലും ഇപ്പം അഴിമതി നടത്തിയിട്ടുണ്ടാവില്ല, സാമ്പത്തികമായിട്ട് കാശ് നടത്തിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം, നമുക്കറിയില്ല. പക്ഷെ അദ്ദേഹം KSRTCയിൽ കുറെ സംഗതികൾ കൊണ്ടുവന്നിട്ടുണ്ട്, അത് വളരെ ചടുലവുമായിരുന്നു, അത് നമുക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഇമേജിനെ മാറ്റിമറിച്ച് മറ്റുള്ളവരിലേക്ക് കാണിക്കുക എന്നുള്ളതുകൊണ്ടാണ്. കാരണം എന്താണ് ഗണേഷ് കുമാർ എന്നുള്ളത് നമ്മളെക്കാൾ എല്ലാം നന്നായിട്ട് അറിയാവുന്ന വ്യക്തി ഗണേഷ് കുമാറാണ്. ആ ഗണേഷ് കുമാറിനെ മറച്ചു വെക്കാനുള്ള ശ്രമം, പരിചകളാണ് സമർത്ഥനായ മന്ത്രി. ഒരു കാര്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ നടപ്പിലാക്കും, വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നടപ്പിലാക്കും. അതേപോലെ തന്നെ വെല്ലുവിളികൾ. എനിക്ക് കാശ് അഴിമതി നടത്തിയിട്ട് എനിക്ക് കാശിന്റെ ആവശ്യമില്ല, കാരണം എനിക്ക് കാശ് ഇഷ്ടം പോലെ ഉണ്ട്. മറ്റുള്ള സൂപ്പർ സ്റ്റാറുകൾ സാധാരണ കാറിൽ വരുമ്പോൾ ഞാൻ അഭിനയിക്കാൻ പോയത് ബെൻസിലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങളെ നിരത്തി വെക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഘടകങ്ങളെ നിരത്തി വെച്ചിട്ട് ഇതുകൊണ്ട് നമ്മൾ ഈ മറ്റേ മാത്സിന്റെ ഇക്വേഷൻസ് പ്രൂഫ് വെച്ചിട്ട് ഇത് ചെയ്യുമല്ലോ. മറ്റേ കണക്ക് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അറിയാമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇതിന്റെ റൂട്ട് ഇത്ര എഴുതിയിട്ട് ഇതുകൊണ്ട് എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കഴിവ് നിങ്ങൾ നോക്കുക, ഒരു നല്ല മന്ത്രിയാണോ എന്ന് നോക്കുക, ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, KSRTC നോക്കുക എന്നൊക്കെയുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം പോലും, ഇദ്ദേഹം ഒരു നല്ല മന്ത്രിയാവുന്നത് പോലും ഈ യഥാർത്ഥ ഗണേഷ് കുമാറിനെ മറച്ചു വയ്ക്കാനാണ്. പക്ഷെ ഒരു പൊതു ജനസേവകൻ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പബ്ലിക് ഓഫീസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തി വളരെ പ്രധാനമാണ്. അതെ, തീർച്ചയായിട്ടും. ഈ പറഞ്ഞ എല്ലാവരും ചോദിക്കും, ഈ ലൈംഗിക പീഡന പരാതികൾ വരുമ്പോൾ അത് എഴുത്തുകാരോ സിനിമാക്കാരോ അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരോ ആയിരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന അവരുടെ ഈ പറഞ്ഞ കലയെ അല്ലെങ്കിൽ ഇവർ നേതാവായിരിക്കുന്ന ആ ഒരു പാർട്ടിനെ മാത്രം എടുത്താൽ പോരെ, ഇവരുടെ പേഴ്സണൽ ലൈഫിനെ എന്തിനാ എടുക്കേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അല്ലല്ല, വ്യക്തി വളരെ പ്രധാനമാണ്. അതെ, കാരണം ആ വ്യക്തിയുടെ ഉദാഹരണത്തിന് ഇപ്പോ ഇദ്ദേഹം ഇത്രയും ക്രൈം, എന്തുകൊണ്ടാണ് നമ്മൾ ഒരു ക്രൈം നടക്കുമ്പോഴത്തേക്ക് അത് സൊസൈറ്റിക്കെതിരെയുള്ള ക്രൈമായിട്ട് മാറുന്നത്? ഇപ്പോൾ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് ആരെങ്കിലും ഒരാളെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ കൊല്ലുമെന്നിരിക്കട്ടെ, പക്ഷെ അത് സ്റ്റേറ്റിനെതിരെയുള്ള ഒരു ക്രൈമായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. കാര്യം അങ്ങനെ ഒരു വ്യക്തി, ആ ക്രിമിനൽ മൈൻഡുള്ള ഒരു വ്യക്തി നമ്മളുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ഓരോ വ്യക്തിക്കും ഭീഷണിയാണ്. അതുകൊണ്ട് ഭാര്യയാണെങ്കിൽ നാളെ മറ്റൊരാളെ ആക്രമിക്കാനുള്ള ആ മാനസികാവസ്ഥയാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു റേപ്പിസ്റ്റ് നമ്മളുടെ സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ ഒരു ഗംഭീര മന്ത്രിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗംഭീര ഭരണാധികാരിയായിരിക്കും, അല്ലേ? പക്ഷെ അദ്ദേഹം ഒരു റേപ്പിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് മാത്രം ആലോചിച്ച് നോക്കിയാൽ മതി. അതെ, ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ മന്ത്രിയാവുക അല്ലെങ്കിൽ ഒരു MLA ആവുക എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സമൂഹത്തിലേക്ക് ഇടിച്ചു കയറി ചെല്ലാനുള്ള ഒരു ലൈസൻസ് കൂടിയാണ്. അപ്പോൾ ഈ പറഞ്ഞ എക്സ്പോഷർ കൂടുതലാണ്, കൂടുതൽ സ്ത്രീകളെ ചൂഷണം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അത് പവർ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വരും. അപ്പൊ ഈ പറഞ്ഞതുപോലെ അപ്പൊ വ്യക്തി വളരെ പ്രധാനമാണ്. ഒരു ഓഫീസ് കൈകാര്യം ചെയ്യുന്ന സമയത്ത്, വിശേഷിച്ച് ഒരു പൊതു ഓഫീസ്, ഒരു ജനസേവനം ലഭ്യമാക്കേണ്ട ഒരു ഓഫീസ് കൈകാര്യം ചെയ്യുന്ന, ഒരു പബ്ലിക് ഓഫീസ് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അടിസ്ഥാനപരമായിട്ട് ഇപ്പൊ പലരും ഇപ്പൊ ഈ ന്യായം കൊണ്ട് ഇറക്കിയിട്ടുണ്ട് സാധനം. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഭരണഘടന പറയുന്നതും അത് തന്നെയാണ്. അതുകൊണ്ടാണ് പ്രതിജ്ഞ എടുപ്പിക്കുന്നത്. സത്യപ്രതിജ്ഞ എന്നൊരു സംഗതി ഉണ്ടല്ലോ. അപ്പൊ ആ സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് ഭരണഘടനാപരമായിട്ട് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വളരെ വ്യക്തമായി പറയുകയാണ്, നിങ്ങളുടെ വ്യക്തി എന്ന നിലയിൽ. കാരണം വ്യക്തിയാണ് പ്രതിജ്ഞ എടുക്കുന്നത്, അല്ലാതെ മന്ത്രി എന്ന് പറയുന്നത് മന്ത്രിയല്ല പ്രതിജ്ഞ എടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വ്യക്തിയാണ്, വിത്തൗട്ട് ഫിയർ ഓർ ഫേവർ. എനിക്ക് ഭീതിയോ
പ്രീതിയോ ഇല്ലാതെ ഞാൻ ഒരു സംഗതി എടുക്കുന്ന പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ സ്വഭാവം, വ്യക്തിപരമായ സ്വഭാവം അവിടെ എന്തെങ്കിലും മറച്ചു വയ്ക്കാനുണ്ടെങ്കിൽ അയാൾ എപ്പോഴും ഭീതിയിലായിരിക്കും. അപ്പൊ ഇയാളുടെ യഥാർത്ഥ അവസ്ഥ അറിയുന്ന ഒരു വ്യക്തി ഒരു സംഭവമായിട്ട് മുമ്പിൽ വരികയാണെങ്കിൽ ഇയാൾക്ക് ഒരിക്കലും ഭീതിയില്ലാതെയോ അല്ലെങ്കിൽ പ്രീതിയില്ലാതെയോ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒരു ഭരണഘടനാപരമായ ഒരു പദവി വഹിക്കുന്ന ഒരു വ്യക്തി ഈ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വ്യക്തി വളരെ പ്രധാനമാണ് എന്ന് അടിച്ചുറപ്പിക്കാൻ, അല്ലെങ്കിൽ അത് ആ അധികാരത്തിലേക്ക് വരുന്ന വ്യക്തിയെ ഓർമ്മിപ്പിക്കാനും ജനങ്ങളെ ഓർമ്മിപ്പിക്കാനുമാണ്. അവിടെയാണ് നമ്മൾ ഈ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. വ്യക്തിത്വം അല്ലെങ്കിൽ സ്വകാര്യ ജീവിതം പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയാണ് പ്രതിജ്ഞ എടുക്കുന്നത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ ഓരോ വ്യക്തിയും ഓരോ ഈ സമ്മതിദായകനും ഇന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. വ്യക്തികളെ നോക്കണം. കാരണം അംബേദ്കർ പറഞ്ഞത് എന്താണ്? അതിമനോഹരമായ ഒരു ഭരണഘടനയാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ പ്രയോജനവും ഇതിന്റെ ബ്രില്യൻസും ഇത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുടെ കൈകൾ അനുസരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. വ്യത്യാസം വരാം. മനസ്സിലായല്ലോ? അപ്പൊ അവിടെയാണ് വ്യക്തി ഏറ്റവും പ്രധാനമാണ്. അവിടെയാണ് ഡിസിഷൻ. ഇയാൾ ഈ ഭരണാധികാരി ഡിസിഷൻ മേക്കറാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് പോലെ ആയിരിക്കും എന്ന് പറയില്ലേ? ഇപ്പോൾ ഗണേഷ് കുമാർ എന്ന വ്യക്തി ഉമ്മൻചാണ്ടിക്കെതിരെ ഇത്തരം ഒരു നികൃഷ്ടമായ ഒരു ലൈംഗിക ആരോപണം നടത്താൻ പ്രേരിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ അത്തരം ചിന്തകൾ ഉണ്ടായിരിക്കുന്നത് കൊണ്ടായിരിക്കുമോ ഈ പറഞ്ഞ ഒരു ആരോപണം തന്നെ മനസ്സിൽ അങ്ങനെ ഒരു ഐഡിയ തന്നെ ഉരുത്തിരിഞ്ഞു വരുന്നത്? ഇപ്പോൾ ഞാനോ സാറോ ഒരാൾക്കെതിരെ ഒരു പണി കൊടുക്കണമെന്ന് തോന്നിയാൽ ആദ്യം മനസ്സിൽ വരിക ഇത്തരം ചിന്തകളായിരിക്കില്ലല്ലോ. അപ്പൊ അവിടെയാണ് ഈ പവറിന്റെ പ്രശ്നം വരുന്നത്. ഈ പവറിനകത്ത് ഇതിനകത്ത് ഇതൊരു വിഷ്യ സർക്കിളാണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ ഇങ്ങനെ ഇതിനകത്ത് ഏർപ്പെടുന്ന വ്യക്തികളെ നമ്മളൊരു പരിധി വരെ സഹതാപത്തോടെ കാണേണ്ടതാണ്. കാര്യം അവരുടെ ബാല്യവും കൗമാരവും ഒക്കെ അവരുടെ ജീവിതത്തിൽ ജീവിച്ചതിന്റെ പ്രതിഫലനം തന്നെയായിരിക്കും ആ വ്യക്തിയെ രൂപീകരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ സഹതാപത്തോടെ കാണേണ്ട വിഷയവുമാണ്. മനസ്സിലായി? ബാല്യം വളരെ പ്രധാനമാണ്, വളരെ വളരെ പ്രധാനമാണ്. അപ്പോൾ ഇവിടെ ഈ പവർ കയ്യിലുള്ളത് കൊണ്ട് ഒരു പെണ്ണിനോട് ഒരു സ്ത്രീയെ വല്ലാണ്ടൊരവസ്ഥയിലേക്ക് ഒരുക്കുന്നു. ഒരു എന്താ പറയുക, നിസ്സഹായ അവസ്ഥയിലേക്ക് ഒരു സ്ത്രീ പെടുന്നു. ആ സ്ത്രീയെ ലൈംഗികമായിട്ട് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അവരുടെ നിലനിൽപ്പ് ഉറപ്പുവരുത്താനായിട്ട് അവരെ ഭീതിയിലാക്കുന്നു. അവരെ ഭീതിയിലാക്കുമ്പോൾ അവരെന്തിനും തയ്യാറാവുന്നു. മനസ്സിലല്ലേ? അത് ഉപയോഗിച്ചുകൊണ്ട് ആ സിറ്റുവേഷൻ, അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷൻ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ നേട്ടത്തിന് വേണ്ടി വലിയൊരു ക്രൈം നമുക്ക് ചെയ്യാം. അതിലൂടെ ഒന്നാലോചിച്ചാൽ ഒരു സ്റ്റേറ്റിലെ ജനങ്ങളെ മുഴുവൻ അതിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവിടെയാണ് ഈ വ്യക്തി വളരെ പ്രധാനമെന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഈ ഒരു വലിയൊരു ക്രൈം അയാളുടെ മനസ്സിലേക്ക് വന്നിട്ട് ഇത് ഫ്രെയിം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് അവിടേക്കാണ് പവർ വരുന്ന സാധനം. അപ്പൊ ആ സ്ത്രീയുടെ അവസ്ഥയെ കഷ്ടമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു സ്ത്രീ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആ രസകരമായ രീതിയിലൊന്നും വരത്തില്ല. അല്ല, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ യൂസേജുകൾ എങ്ങനെയാണ്. പരാതിക്കാരിയോട് ഞാൻ ചോദിച്ചു, ഈ പേരുകൾ ആദ്യം ഉണ്ടായിരുന്നില്ലല്ലോ, ഇത് ആര് പറഞ്ഞിട്ടാണ് എഴുതിയത്? അത് ഗണേശേട്ടൻ പറഞ്ഞിട്ടാണ് എഴുതിയത് എന്ന് സ്നേഹത്തോടെയാണ് പറയുന്നത്. അവിടെ ഒരു പ്രണയത്തിന്റെ ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു. സ്നേഹം നടിച്ചായിരുന്നു ഈ പറഞ്ഞ മാനിപ്പുലേഷൻ നടന്നത്. അവർക്ക് ഹസ്ബൻഡ് ഉണ്ട്, വീണ്ടും പ്രണയം വരുന്നു. അപ്പൊ ഇതൊക്കെ ചില മനുഷ്യരകപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ അവര് പറയുന്നുണ്ടായിരുന്നു അവരുടെ വീടൊരിക്കലും പട്ടിണിയിലായിരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് കയ്യൊരു സ്റ്റോക്ക് സാധനം വെച്ചിട്ട് ഒരു വലിയ ക്രൈം ഫ്രെയിം ചെയ്യുക. അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നു ഇതിനകത്തുള്ള ഏറ്റവും വലിയ വിഷയം ഇപ്പൊ ഈ മാപ്പിന്റെ അവരുടെ മാനസികാവസ്ഥയുടെ പ്രശ്നം കൊണ്ടായിരിക്കും. ഉമ്മൻചാണ്ടിയുടെ അവര് പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്ന സ്ത്രീകളാണ്. ഉമ്മൻചാണ്ടിയുടെ മരണം കഴിഞ്ഞു, പിന്നെ കുട്ടികൾ ഉണ്ട്, അവരുടെ ജീവിതമായിട്ട് അവർ മുമ്പോട്ട് പോകുന്നു. അപ്പൊ അവര് ഈ പറഞ്ഞതുപോലെ ക്ഷമിച്ചു എന്ന് പറയുന്നു. അപ്പൊ മാത്രമല്ല അവരുടെ കുടുംബമായിട്ടൊക്കെ വളരെ അടുപ്പമുണ്ടെന്ന് ഉള്ള ഒരു അല്ലേ? അപ്പൊ ഈ ഗണേഷ് കുമാറിനോട് ഈ കേരളത്തിന് മുഴുവൻ ക്ഷമിക്കാതെ നിവൃത്തിയില്ല, അല്ലേ? കാരണം നമ്മൾ ക്ഷമിച്ചില്ലേ, നമുക്കിപ്പോ ഒരാളോട് ദേഷ്യം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിലാണ് ആ ദേഷ്യം വരുന്നത്. ദേഷ്യത്തിനെ നമ്മളൊരു വിഷമായിട്ട് കാണുകയാണെങ്കിൽ
നമ്മുടെ ഉള്ളിൽ ആ വിഷം വരികയാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയ ഇമ്പാക്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി അറിയാം KB ഗണേഷ് കുമാർ ആയിരുന്നു ഇതിന് പിന്നിൽ എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് വോട്ടായി മാറാൻ സാധ്യതയില്ല. അപ്പോൾ കേരളക്കരെ ആകെ ഇത് മറക്കാനുള്ള സാധ്യതയൊക്കെ കുറവല്ലേ? അല്ല, മറവി വളരെ എളുപ്പമാണ്. മനുഷ്യന് മറവി, ഓർമ്മയും മറവിയും ഈ പറഞ്ഞ പോലെ മനുഷ്യർ തന്നിരിക്കുന്ന ഒരു അനുകൂലമായ അവസ്ഥയും അതുപോലെ തന്നെ ഒരു വരവും കൂടെ ഒക്കെയാണ്. മറവി ചിലത് മറക്കുന്നത് നല്ലതാണ്, ചിലത് മറക്കാതിരിക്കേണ്ടതും ആവശ്യമാണ്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ എങ്കിലും കബളിപ്പിക്കാൻ നമുക്ക് വളരെ മലയാളികൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയിൽ ഇത്രയും അധികം മനോഹരമായിട്ട് കബളിപ്പിക്കാൻ പറ്റുന്ന സമൂഹം കേരളത്തിലില്ല. കാരണം വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ചില ഭാര്യയും ഭർത്താക്കന്മാരും ഒക്കെ വന്നിട്ട് കണ്ടില്ലേ, വളരെ വിദഗ്ധമായിട്ട് 2500-3000 കോടി റുപ്യ അടിച്ചു മാറ്റിക്കൊണ്ടങ്ങ് പോകും. ഒരു കേസ് വരും, കുറച്ച് ദിവസം ജയിലിൽ കിടക്കും, പിന്നെ അത് മറക്കും. ഇത് കേരളത്തിലുള്ള വേറെ നടക്കുന്നില്ല സാർ, ഇല്ലേ? ചിലപ്പോ ചില ഫിനാൻസിന്റെ പേരിലായിരിക്കും, ചിലപ്പോ ഒരു മണി ചെയിൻ പോലുള്ള സംഗതിയിലായിരിക്കും, ചിലത് ഹണി ട്രാപ്പ് ആയിരിക്കും, ചിലത് നമ്മൾ കേട്ടിട്ടില്ലാത്ത ചില പദ്ധതികളായിട്ട് വരും. പകുതി വിലയ്ക്ക് സ്കൂട്ടർ എവിടെ പോയി? അപ്പൊ ഇങ്ങനെ കേരളത്തിലെ ജനങ്ങളെ ഇത്രയും മനോഹരമായിട്ട് കബളിപ്പിക്കാൻ പറ്റുന്നത് ഒരു വൈദഗ്ധ്യം ഉണ്ടാക്കി. അപ്പൊ ആ ഒരു വൈദഗ്ധ്യം തന്നെയാണ് ഈ ഒരു സംഭവത്തിൽ ഉണ്ടായെന്നുള്ളതാണ് നമുക്ക് കരുതാനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ അത് ചെയ്തത് വളരെ നല്ല കാര്യം തന്നെ പറയാനുള്ളൂ. കാരണം ഗണേഷ് കുമാറിനോട് ക്ഷമിക്കാൻ തയ്യാറായില്ലെങ്കിൽ എത്ര പേർക്ക് ആലോചിച്ച് നോക്കുക. കാരണം ജനങ്ങൾക്ക് ഒരു നല്ലൊരു ജനവിഭാഗം ഈ പറഞ്ഞതുപോലെ, ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരി ഗണേഷ് കുമാറിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ അവര് പറയുന്നതൊക്കെ നമുക്ക് വളരെ സങ്കടം തോന്നുന്നുണ്ട്. ഒരു കുടുംബത്തിലെ ഒരു അച്ഛന്റെ അമ്മയുടെയും മക്കളായിരുന്നിട്ട് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അപ്പോ ഈ ഗണേഷ് കുമാർ എന്ന് പറയുന്നത് ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം പ്രൊജക്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമല്ല അദ്ദേഹത്തിൻ്റെത് എന്നുള്ളത് വ്യക്തമാണ്. അത് വ്യക്തമാണ്.